നമസ്കാരം. വളയം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ അടുക്കള ഉദ്ഘാടനം ചെയ്തു. വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച അടുക്കള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CB നെജിമ അധ്യക്ഷത വഹിച്ചു. കേരളം പനിക്കിടക്കയിൽ. കേരളം പനിക്കിടക്കയിലാണ്. പനികൾ പലതുണ്ട്. വൈറൽ പനി, ഡെങ്കിപ്പനി, H1N1 അങ്ങനെ പലതും. ഡെങ്കിപ്പനിയും എലിപ്പനിയുമാണ് മഴക്കാല പനികളിലെ ഭീകരർ. ഇടവിട്ടു പെയ്യുന്ന മഴയിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതോടെ ഡെങ്കിപ്പനി വ്യാപകമാകും. ഈ അവസരത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് വളയം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറും ആരോഗ്യ പ്രവർത്തകരും വളയം ന്യൂസിനോട് സംസാരിക്കുന്നു. വളയത്ത് മാത്രമല്ല, നമ്മുടെ കോഴിക്കോട് ജില്ല ഒട്ടാകെ ഇപ്പം ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ ഇടയ്ക്കിടയ്ക്ക് ശക്തിയായ മഴയും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീഷണി എന്ന് പറയുന്നത് കൊതുകുജന്യ രോഗങ്ങൾ തന്നെയാണ്. നമുക്കിവിടെ ഉള്ളത് ഡെങ്കു, മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പുതിയ പല രോഗങ്ങളും, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ അമേബിക് എൻസെഫലൈറ്റിസ് വരാനുള്ള, അതായത് അമേബിയ നമ്മുടെ മൂക്കിലൂടെ തലച്ചോറിൽ എത്തിയിട്ട് അങ്ങനെ തലച്ചോറിന്റെ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഒരു അവസ്ഥയും മരണത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വ്യക്തി ശുചിത്വം, അതായത് പിന്നെ കൈ വൃത്തിയാക്കി കൈ കഴുകുന്നത്, ഹാൻഡ് വാഷിങ്ങും, അതുപോലെ തന്നെ നമ്മുടെ നഖങ്ങളെല്ലാം വൃത്തിയാക്കി വെക്കണം. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും വൃത്തിയായി തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലൂടെ മറ്റേ സാധാ വെള്ളം മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ആരോഗ്യ പ്രവർത്തകർ മാത്രം ചെയ്താൽ പോരാ, നാട്ടുകാരും നമ്മുടെ പഞ്ചായത്തും അതിൽ പിന്നെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മരണം കുറയ്ക്കാൻ കഴിയും. ഈ പിന്നെ പകർച്ചവ്യാധി കൊണ്ടുള്ള മരണം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ കേരളത്തിൽ അത്രയും നമ്മൾ അഡ്വാൻസ് ചെയ്തു. അപ്പം അതുകൊണ്ട് അത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഞാനിവിടെ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ആളാണ്. അതായത് ഈ തുണൈ ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ 5 പഞ്ചായത്തിലും പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡെങ്കി തന്നെയാണ് കൂടുതൽ കാണുന്നത്. ഡെങ്കിപ്പനിയാണ്. ഒറ്റപ്പെട്ട നിലയിൽ മഞ്ഞപ്പിത്തവും ഉണ്ടായിരുന്നു, ഹെപ്പറ്റൈറ്റിസ്. നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് ആദ്യഘട്ടത്തിൽ നിസ്സാരമായി കരുതുന്ന ഈ മരണത്തിന്, ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായി, ഉൾപ്പെടെ ഉള്ളവരുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്. ഏത് പകർച്ചവ്യാധിയും നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനം വിചാരിച്ചുകൊണ്ട് സാധിക്കില്ല. പൊതുജനങ്ങളുടെ പങ്കാളിത്തം അത്യാവശ്യമാണ്. കുട്ടികൾക്ക് അതിൽ പങ്കുണ്ട്. ശനിയാഴ്ച സ്കൂളുകൾ ശുചീകരിക്കും, ശനിയാഴ്ച സ്ഥാപനങ്ങൾ ശുചീകരിക്കാം, ഞായറാഴ്ച വീടുകൾ ശുചീകരിക്കും. ഡ്രൈഡേ ആചരണം കൃത്യമായി നടത്തിയിട്ടില്ല. ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രോഗത്തെ നേരിട്ട് നിർത്താൻ. സംസ്ഥാനത്ത് ഇപ്പോൾ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയം. ആനുപാതികമായി നമ്മുടെ വളയം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം എല്ലാ വാർഡുകളിലേക്കും ഡെങ്കിപ്പനി കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഡെങ്കിപ്പനിയുടെ കൂടുതൽ മുട്ടയിട്ട് വളരുന്നത് ശുദ്ധജലത്തിലാണ്. നമ്മുടെ വീട്ടിലെ പരിസരങ്ങളൊക്കെ കാണുന്നത് ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീടും പരിസരങ്ങളും സ്ഥാപനത്തിൽ പരിസരങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൊണ്ട് കൊതുക് വളരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തി എങ്കിൽ മാത്രമേ നമുക്ക് ഡെങ്കിപ്പനിക്ക് ഒരു പരിധി വരെ തടയിടാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൊതുക് വളരുന്ന സാഹചര്യം കണ്ടെത്തിയ വീട്ടുടമസ്ഥൻ കോടതി പിഴ ഈടാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരള പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരമാണ് തരത്തിലുള്ള പിഴ കോടതി വീട്ടുടമസ്ഥന് ചുമത്തിയത്. വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ബസ് അനുവദിക്കണമെന്ന് PTA. വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ സ്കൂൾ ബസ് അനുവദിക്കണമെന്ന് ജില്ലാ പഞ്ചായത്തിനോട് സ്കൂൾ PTA ആവശ്യപ്പെട്ടു. വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ സ്കൂൾ ബസ് അനുവദിക്കണമെന്ന് ജില്ലാ പഞ്ചായത്തിനോട് സ്കൂൾ PTA ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു ബസ് വേണം. ബസിന്റെ കാര്യത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവെ പല കാര്യങ്ങളിലൂടെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡിവിഷൻ മെമ്പറും സുരേഷ് മാഷും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും
ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് ഒരു ബസ് ഈ വിദ്യാലയത്തിന് കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം കൂടി എനിക്ക് ഈ പരിപാടിയുടെ മുമ്പാകെ വെക്കാനുണ്ട്. മലയോര മേഖലയായതിനാൽ മതിയായ യാത്രാ സൗകര്യമില്ലാത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾ സ്കൂളിൽ എത്തിച്ചേരാൻ ഏറെ ബുദ്ധിമുട്ടുന്നു. സ്കൂൾ ബസ് അനുവദിക്കുകയാണെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമാകും. നിങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾക്കൊരു ബസ് അനുവദിക്കാൻ ആവശ്യമായ ഒരു നടപടി സൂചിപ്പിക്കണം എന്ന് മാത്രം വൈകിയ വേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. SSLC+2 ഉന്നത വിജയികളെ അനുമോദിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും സ്കൂളിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. പ്ലസ് മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഇനിയും പഠിക്കാനുള്ള ഒട്ടേറെ അവസരങ്ങൾ, മുന്നേറാനുള്ള ഒട്ടേറെ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. എല്ലാ തലത്തിലും വിജയിക്കാനും A+ വാങ്ങാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നല്ല വ്യക്തിത്വങ്ങളായി ജീവിതത്തിൽ A+ ആയി മാറാൻ കൂടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് അടുക്കളയുടെയും അതേപോലെ തന്നെ ഉന്നത വിജയികളെ അനുമോദിക്കുന്ന ഈ ചടങ്ങും ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും A+ നേടി നല്ല വ്യക്തിത്വങ്ങളായി വളരട്ടെ എന്നവർ കുട്ടികളെ ആശംസിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.